ഇന്ന് ഞാൻ പൊളിക്കും. എന്താണ് മോനെ, പുതിയ വീഡിയോക്കുള്ള സ്ക്രിപ്റ്റിംഗ് ആണോ? ഓ പിന്നെ സ്ക്രിപ്റ്റ് എന്നാ കാര്യത്തിനാ? ഇന്ന് എന്നതാ പ്രത്യേകത? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, എന്തോന്ന് പ്രത്യേകത? ഓ ഡേറ്റ് പറ മോനെ. February 14. ഓ ഇന്നാണല്ലേ. ആ അത് തന്നെ. ഞാനൊന്നും തിയേറ്ററിൽ കണ്ട, എന്നാലും OTT വരുമ്പോ ഒന്നുകൂടെ കാണണം. എന്തോന്ന്? എടാ മാർക്കോ ഇന്നല്ലേ OTT റിലീസ് ആകുന്നത്. ഓ ചുമ്മാതല്ലടോ, തനിക്ക് ഇത്ര നാളായിട്ട് പെണ്ണ് കിട്ടാത്ത. സിഗ്മ മെയിലിന് എന്തിനാടാ പെണ്ണ്? ഓ കാട്ടുകോഴികളുടെ ജെൻസി പേരാണല്ലോ ഇപ്പൊ സിഗ്മ. അശ്ലീലം പറയുന്നു. ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ചാനലിനകത്താണോ ഇങ്ങനത്തെ തോന്നിയാസമൊക്കെ പറയുന്നത്? അതൊക്കെ പോട്ടെ, നീ എന്താ രാവിലെ തൊട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്? അത് ഒരു ലെറ്റർ. എന്ത് ലെറ്റർ? റെസിഗ്നേഷൻ ലെറ്റർ ആണോ? അല്ല. ഓ നിന്റെ സ്വഭാവത്തിന് ടെർമിനേഷൻ ലെറ്റർ അല്ലേ കിട്ടത്തുള്ളൂ. അത് നീ എന്തിനാ എഴുതുന്നേ? അവര് തരത്തില്ലേ? ഇതല്ല, ലവ് ലെറ്റർ. ലവ് ലെറ്റർ? അത് ഈ ഡിജിറ്റൽ യുഗത്തിലോ? മനെ ഇൻസ്റ്റയിൽ വല്ല മെസ്സേജ് അയച്ചാ പോരെ? ഈ ഡിജിറ്റൽ യുഗത്തിൽ അയച്ചിട്ട് ഇയാൾക്ക് എത്ര എണ്ണം സെറ്റായി? എഴുതി വെച്ചിട്ട് ഒരു മാത്രം പറഞ്ഞാൽ മതി കേട്ടോ, കൈന്നിട്ടൊന്നും പറയണ്ട. എടാ ലവ് ലെറ്ററിന്റെ ഒരു ഫീല് അത് നിനക്കൊന്നും മനസ്സിലാവത്തില്ല. ആ എനിക്കറിയാം, അതിനെയല്ലേ തന്തവയവെന്ന് ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത്. കയ്യിന്ന് ഇടല്ലേ. ഇയാളതിങ്ങി നന്നേ വായിക്കട്ടെ. പ്രിയപ്പെട്ട അനശ്വരയ്ക്ക്. പട്ടയല്ലടാ പെട്ട. ഇത് വായിച്ചു കഴിയുമ്പോളേ അവള് പെട്ടോളൂ. എന്റെ കർലിന്റെ കർലേ, തിന്നുമ്പോഴും കുടിക്കുമ്പോഴും നിന്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. തിന്നുമ്പോഴും കുടിക്കുമ്പോഴും വരാൻ അവളെന്താ വല്ല ഇക്കള് വല്ലതാണ്? എടാ കുറച്ച് സാഹിത്യം ഉണ്ടെങ്കിലേ ഒരു ഫീലുള്ളൂ. ഓവ, നിന്റെ പിടയ്ക്കണ മീൻ പോലത്തെ കണ്ണും നെയ്യപ്പം പോലത്തെ മൂക്കും ജിലേബി കഷ്ണം പോലത്തെ ചുണ്ടും. എന്താടാ അവള് വല്ല ബേക്കറി വല്ലതാണ്? എടോ തനിക്ക് ഇതിന്റെ ഒന്നും ഫീല് മനസ്സിലാവത്തില്ല. നിനക്ക് വേണ്ടി മൂത്രമുള്ള കാത്തിരിപ്പിന്റെ ഗതാഗതം സ്നേഹത്തിന്റെ ഒരു മുന്നറിയിപ്പാണ്. ഓ വായിക്കാനും അറിയത്തില്ല. നിനക്ക് വേണ്ടി മാത്രമുള്ള കാത്തിരിപ്പിന്റെ ഗതാഗതമല്ല, ഗദ്ഗതം സ്നേഹത്തിന്റെ മുന്നറിയിപ്പാണ്. എനിക്ക് വായിക്കാനല്ല, നിനക്ക് എഴുതാനാണ് അറിയാത്തത്. നോക്ക്, കാത്തിരിപ്പിന്റെ ഗതാഗതം എന്ന് എഴുതിയേക്കുന്നത്. അയ്യോ എന്താണ് എത്ര പേടിക്കാൻ? ഈ ദീർഘം മാറ്റിയിട്ട് ചന്ദ്രക്കല ഇട്ടാ പോരെ? അതത്രേ ഉള്ളൂ. പക്ഷെ ഈ എഴുതി വെച്ച 100 എണ്ണത്തിന്റെ ചന്ദ്രക്കല മാറ്റി ദീർഘമാക്കണ്ടേ? അതെന്തിനാ 100 എണ്ണം? അല്ല, നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോഴേ പ്ലാൻ എ മാത്രം പോരല്ലോ, ബിയും സിയും ഡിയും ഒക്കെ വേണ്ടേ. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് കുറഞ്ഞ ഒരു 100 പെമ്പിള്ളാർക്കെങ്കിലും ഇങ്ങനെ എഴുതി കൊടുക്കണം. ചിലത് ശരിയാവും, ചിലത് തെയ്യും. ഇങ്ങനെ പെമ്പിള്ളാരെ പറ്റിച്ച് ജീവിക്കുന്നൊക്കെ നല്ലത് ഇങ്ങനെ സിഗ്മയായിട്ട് നടക്കുന്ന അവന്റെ ഒരു വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേയുടെ വില അറിയാത്ത 90s കളവൻ. ബൈ ദ വേ, കുട്ടി സിംഗിൾ ആണോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.